ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്സപ്പ് ബിസിനസ് APIയിലുള്ള യൂസർ ഡാറ്റ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. വാട്സപ്പ് ബിസിനസ് APIയുടെ ഇൻ്റർഫേസ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾക്ക് യൂസർ ഡാറ്റ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബ്രോഡ്കാസ്റ്റിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് കറൻ്റ്ലി നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് അയച്ചിട്ടുള്ള ക്യാമ്പയിനാണ്. അപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഡാറ്റാസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, എക്സ്പോർട്ട് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ബ്രോഡ്കാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഹിസ്റ്ററിയിൽ വന്ന് കിടക്കും. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡാറ്റ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ യൂസർ ഡാറ്റ, ഇവിടെ യൂസർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഓരോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ കോൺടാക്ട് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യും. ആ ലിസ്റ്റുകളാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഇമ്പോർട്ട് ചെയ്ത ഹിസ്റ്ററി കാണാൻ പറ്റും. ഇത് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും. എക്സ്പോർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എക്സ്പോർട്ട് ഹിസ്റ്ററി നമുക്ക് അവിടെ വരാത്തത്. അതേപോലെ തന്നെ യൂസർ ഡാറ്റ ഉണ്ട്. യൂസർ ഡാറ്റയിൽ പോയിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് വന്നിട്ടുള്ളതാണ് യൂസർ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടിലൊക്കെ കയറിയിട്ട് ആൾക്കാർ നമുക്ക് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഡാറ്റാസ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സ്പോർട്ട് യൂസേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ എക്സ്പോർട്ട് കോൺവെർസേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് കോൺവെർസേഷൻ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ കോൺവെർസേഷൻ ആയിരിക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്യുക. എക്സ്പോർട്ട് യൂസർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് ഡൗൺലോഡായി വരിക. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയും എക്സ്പോർട്ട് ഹിസ്റ്ററിയും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസർ ഡാറ്റ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു.